പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമല്ലേ? കാന്തം കൊണ്ട് മണ്ണിൽ നിന്ന് കാന്തിക കണങ്ങൾ നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുമ്പൊക്കെ ഇങ്ങനെ മണ്ണിന്റെ മുകളിൽ കൂടെ ഒരു കാന്തം കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കൊണ്ട് നീട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേ തരികൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. കാന്തത്തിന്റെ തരികളല്ലേ? അത് കാണാൻ നല്ല രസമല്ലേ? കാന്തത്തിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ തരികൾ. വാസ്തവത്തിൽ അത് കാന്തമാണ്, എന്നാൽ കാന്തമല്ല. അതുപോലെ തന്നെ ഈശോ പറയുവാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നേ? നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്ന തന്നെ ഈശോയില. പിന്നെ എങ്ങനെയാ നമുക്ക് ഈശോയിൽ പുനരുത്ഥാനവും ജീവനും നഷ്ടമാകുന്നേ? നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് തന്നെ യേശുവിൽ നിന്നാണ്. ദൈവത്തിന്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ ആ സാദൃശ്യത്തിലും. അപ്പോൾ ആ നിലയിൽ നമ്മുടെ മുഴുവൻ ജീവനും സകല സൗഭാഗ്യവും ഈശോയിലാണ്. ഈശോയിലുള്ള വിശ്വാസം നമുക്കുള്ളപ്പോൾ, ഈശോയുടെ സാന്നിധ്യം നമുക്കുള്ളപ്പോൾ നമ്മൾ സ്ഥിരമായി ജീവിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ വലിയ കാന്തം പൊടിയിലേക്ക് ചേരുമ്പോൾ പൊടിക്ക് ജീവൻ വെക്കുന്നത് പോലെ ഈശോയോട് ചേരുമ്പോൾ നമുക്കും ജീവൻ വെക്കും. എത്ര പ്രത്യാശ നശിച്ചു പോയാലും ഈശോയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കും.